കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ, ആർക്കെങ്കിലും ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചിരിക്കുമെന്നും കളിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ ആ സ്റ്റേജിലാ ഉള്ളതമ്മ. നമ്മളിപ്പോ ഇങ്ങനെ അധോഗതിയിലായി പോയത് കൊണ്ട് നിന്റെ അച്ഛനും മെന്റലായെന്നാണോ പറയുന്നത്? അങ്ങനെയാണെന്നാ തോന്നുന്നു അമ്മ. എന്റെ ഭഗവാനെ, അതെ, ഒന്നിങ്ങോട്ട് നോക്ക്. എന്തിനാ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ ചിരിക്കുന്നേ? ഇത് ഭ്രാന്ത് പിടിച്ച ചിരിയല്ലടി. ശത്രുവിനൊരു അടി കൊടുത്താ അവൻ പിന്നെ എണീക്കാത്ത രീതിയിലുള്ള അടി കൊടുക്കണമെന്ന് ഇന്നലെ ഒരുത്തി എന്നെ പഠിപ്പിച്ചു. അവൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ അവളിൽ തന്നെ അങ്ങ് പരീക്ഷിച്ചു. ഇങ്ങോട്ട് നോക്കടി വെളിവില്ലാത്തവളെ. ഇപ്പൊ ഞാൻ പുതിയതായിട്ടൊരു ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ബൗൾ ചെയ്യുമ്പോൾ സിക്സർ അടിക്കാൻ വേണ്ടി കാത്തിരുന്നില്ലേ ആ സാൻവി, അവളിപ്പോ ക്ലീൻ ബൗൾഡായി പോയി. ബാറ്റിങ്ങും ബോളിങ്ങും എന്നൊക്കെ തമ്മിൽ ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലമ്മ. ഇത് വട്ട് തന്നെമ്മ. ഇവിടെ നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ എന്താ പറയുന്നേ? സാൻവി അവിടെ നിൽക്കുകയല്ലേ, ഇവിടെയല്ലല്ലോ. ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അതും ഇതുമൊക്കെ പറയുന്നത് എന്തിനാ? സാൻവി എന്തിനാ ഇന്നലെ ഇവിടെ വന്നത്? നിങ്ങൾ അതേപ്പറ്റിയൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. മനസ്സിലായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നീ ഇപ്പൊ അകത്ത് പൊയ്ക്കോ. നിങ്ങളുടെ ചിരി കണ്ടാലും പറയുന്നത് കേട്ടാലും ഭ്രാന്തന്മാരെ പോലെയാ. എനിക്കിതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. എനിക്ക് ഭ്രാന്തുമില്ല, ഒരു മണ്ണാക്കട്ടയില്ല. നീ ഒന്ന് അകത്ത് പോകുന്നുണ്ടോ? അങ്ങനെയല്ല. അകത്ത് പോലടി പറഞ്ഞത്. ഇവിടെ നിന്നാ നമ്മളെ രണ്ടുപേരെയും കടിച്ച് കീറി കളയും. പാടാ, അകത്തോട്ട് പോ. അയ്യോ അയ്യോ എന്റെ അമ്മ. സാൻവി, എന്റെ ബുദ്ധി ഒരു ക്രിമിനലിനെ പോലെ ഞാൻ എപ്പോ ചിന്തിച്ചു തുടങ്ങിയോ അപ്പം മുതൽ നീ ഈ ഭൂമിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നീ എന്റെ മുമ്പ് വന്നൊന്ന് വെല്ലുവിളിക്കാറായോ? പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് അങ്ങോട്ടേക്ക് അയച്ചതേ എന്റെ ബുദ്ധിയാണ് മോളെ. ഈ സമയം ആ വീട്ടിലും നാട്ടിലുമുള്ള എല്ലാരും നിന്റെ തനിനിറം അറിഞ്ഞിരിക്കല്ലോ. സത്യമല്ല അറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ ഇപ്പൊ അടിച്ച് വെളിയിലാക്കി കാണുമല്ലോ. ഇപ്പൊ നീ മീൻകാരന്റെ വലയിലകപ്പെട്ട മീനിനെ പോലെ കിടന്ന് പെടക്കിയായിരിക്കുമല്ലോ മോളെ നീ. ഇപ്പൊ രേഖാചിത്രം വരയ്ക്കുന്നയാള് വന്ന് എന്റെ പടം വരച്ച പിന്നെ എന്റെ അവസ്ഥ എന്താവും? പിന്നെ രക്ഷപ്പെടാൻ എനിക്ക് ഒരു ചാൻസും ഉണ്ടാവില്ല. എന്ത് ചെയ്യും? നമസ്കാരം സാർ. നമസ്കാരം. ആദിത്യൻ സാർ, ഇത് മിസ്റ്റർ ഗംഗാധരൻ. നമസ്കാരം സാർ. നമസ്കാരം. ഇയാൾ അസാധ്യമായ ചിത്രം വരയ്ക്കും. ഇദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ പിൻബലത്തിൽ ഞങ്ങൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്.
ഹലോ സർ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു സർ. ഇപ്പോ ആദിത്യൻ സാർ കുറച്ച് രൂപസാദൃശ്യം പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു പെണ്ണിന്റെ ചിത്രം വരയ്ക്കണം. ഷുവർ. സ്റ്റാൻഡ് എടുത്ത് വെക്ക്. അവരുടെ ലിപ്സ് എങ്ങനെ ഇരിക്കുമെന്ന് ഓർമ്മയുണ്ടോ? ഹെയർ ലോങ് ആണോ അതോ ഷോർട്ടാണോ? ഷോർട്ടാണല്ലേ? നിങ്ങൾ പറയുന്ന പെണ്ണ് ഇത് തന്നെയാണോന്ന് ഒന്ന് നോക്കി പറഞ്ഞു. എക്സലന്റ് സാർ. വളരെ കറക്റ്റ് ആയിട്ടാ വരച്ചിരിക്കുന്നത്. ഈ പെണ്ണ് തന്നെയാ. അർജുൻ, ഭവാനി, ഈ സ്ത്രീ തന്നെ. വാ. എല്ലാം കഴിഞ്ഞു. ഇതോടെ ഞാൻ പിടിക്കപ്പെടും. ദൈവമേ. ഇവര് തന്നെയാ.
വാട്ട് ഹാപ്പൻ? എന്തു പറ്റിയെന്ന് അറിയില്ല സർ. ഞാൻ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാ. ആ ചിത്രം കത്തിപ്പോയി. എന്റെ കൈയും ദേ ഇപ്പൊ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോ മായോ മന്ത്രമോ ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് സർ. ഉറപ്പായിട്ടും എന്തോ കൺകെട്ട് നടന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്നാ ഇനി എന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെയൊന്നുമില്ല ഗംഗാധർ. ഇല്ല സർ, സോറി, ഞാൻ പോവുകയാണ്. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ. ഡേയ് പ്രകാശ്, വന്ന് എടുക്കടേ. ഇതൊക്കെ എടുത്തോണ്ട് വാ, പെട്ടെന്ന് വാ. വാ പോവാം. എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത പെണ്ണിനെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ച പെണ്ണിന്റെ പടം വരച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മനസ്സിലായോ? ആ ക്ഷേത്രത്തിൽ പോവാൻ ശ്രമിച്ചവരാരും ഇതുവരെ ജീവനോടെയുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തെക്കുറിച്ച് എന്ത് കാര്യം അറിയണമെന്ന് വിചാരിച്ചാലും ഇങ്ങനെ സംഭവിക്കൂ. ഞങ്ങൾ ഇറങ്ങുന്നു മോനെ, ഞങ്ങൾ ഇറങ്ങുന്നു. ശരി, പോയിട്ട് വരാം മോനെ. ഞങ്ങള് പോയിട്ട് വരാം. ഐ എം സോറി സർ. ഞങ്ങൾ പോകുന്നു. ഇപ്പൊ നീ എന്നെ കാണാനായി ഓടി വരുന്നത് കാണാൻ ഞാൻ നോക്കിയിരിക്കുക. നീ വരും വരും വരും. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നീ ഇങ്ങു വന്നല്ലോ. നീ എന്നെ കാണാൻ വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. വലിയൊരു ആപത്തിൽ നിന്നാ ഞാൻ രക്ഷപ്പെട്ടത്. കുടുങ്ങി എന്ന് വിചാരിച്ച സമയത്ത് അവസാന നിമിഷം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെയാണോ? അത്രയും വലിയ ആപത്ത് നിനക്കത് എന്താണാവോ? അത് 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 നിന്റെ വരച്ചുകൊണ്ടിരുന്ന ചിത്രം എരിഞ്ഞു തീർന്നുവോ? ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നെ രക്ഷിക്കുന്നതിനായി വരച്ചുകൊണ്ടിരുന്ന നിന്റെ ചിത്രം തീ പിടിപ്പിച്ചത് ഞാനാണ്. അത് നിനക്കറിയില്ലേ? ഞാൻ ചെയ്ത കാര്യം ഞാൻ എങ്ങനെ അറിയാതിരിക്കും? ബുദ്ധിയില്ലാത്ത പെൺകുട്ടി. എവിടെയാണവൻ? എങ്ങനെയാണ് ആ നാഗമാണിക്യം സ്വന്തമാക്കുന്നത്? എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? അതെവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ എങ്ങനെ അതറിയും? ആ പെണ്ണിന്റെ സഹോദരനല്ലേ അവൻ? ഇവളിൽ നിന്നും എനിക്ക് ആ മണി എവിടെയാണെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ആ പെണ്ണ് എവിടെയായിരിക്കും? കണ്ടുപിടിക്കണം, ഉറപ്പായും കണ്ടുപിടിക്കണം. അമ്പട ജുംബട ജുംബട്. ഇപ്പോൾ ആ പെണ്ണിനെ ഇവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ മാണിക്യത്തെ കുറിച്ച് അറിയാൻ കഴിയുകയില്ല. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനുശേഷം അവളെ ഇവിടെ കൊണ്ടുവരണം. വരുത്താം, ഇവിടേക്ക് വരുത്താം, അവളെ ഇവിടേക്ക് വരുത്താം.
അമ്പട ബമ്പട ജുംബട്. നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയ സഹായം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചതെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ നിന്നെ സഹായിച്ചാൽ പിന്നെ എന്റെ പ്രശ്നങ്ങളിൽ നീയും സഹായിക്കേണ്ടതല്ലേ? അതായത് കൊടുത്തു വാങ്ങിക്കുന്ന വ്യാപാരത്തെ പോലെ തന്നെയാണ് ഇതും. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് ഞാൻ നിങ്ങളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. എന്താ വേണ്ടത്? നമ്മളെ കൊണ്ട് പോകാൻ സാധിക്കാത്ത ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്റെ സഹോദരൻ പോയിട്ട് വന്നു. അതുമാത്രമല്ല, അപൂർവമായ സഞ്ജീവ മാണിക്യം അവൻ എടുത്തുകൊണ്ടുവന്നു. ആ സഞ്ജീവ മാണിക്യം എനിക്ക് വേണം. ആ സഞ്ജീവ മാണിക്യം എന്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചത്, ഞാൻ ആഗ്രഹിച്ചത്, അങ്ങനെ എല്ലാം എനിക്ക് നിറവേറി കിട്ടും. ആ മാണിക്യം എടുത്തുകൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് തരൂ. ഡോക്ടറിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത എന്റെ അമ്മയെ ആ മാണിക്യമാണ് രക്ഷിച്ചത്. അത്രയും അത്ഭുത ശക്തികളുള്ള ആ മാണിക്യം ഞാൻ സ്വന്തമാക്കുമെന്ന് വിചാരിച്ചപ്പോ അതെന്തിനാ ഇവര് ചോദിക്കുന്നേ? ആ മാണിക്യം എങ്ങാനും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഒരു സഹായവും ഇല്ലാതെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴേ നേടിയെടുത്തേനെ. അല്ല, നീ എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയാണല്ലോ. നിന്റെ സഹോദരൻ ആ നാഗമാണിക്യം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ അത് എന്തിനു തരണമെന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന നാഗമാണിക്യം ഞാൻ തന്നില്ലെങ്കിൽ എന്റെ പടം കത്തിച്ച് എന്നെ രക്ഷിച്ചതുപോലെ നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.